ഇതൊന്നും എൻ്റെ ഒരു ഡ്രീം കം ട്രൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം. ആക്ച്വലി ഒരു ഡ്രീം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു വീട് പോലും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഹോസ്പിറ്റാലിറ്റിയിലാണ് വർക്ക് ചെയ്തത്. ഇതൊക്കെ നമുക്കൊന്നും ഒരിക്കലും പറ്റുമോ, ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഈ വീടിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചാണക വീട്. അവിടത്തേക്കാണ് ഞാൻ കല്യാണം കഴിച്ച് വന്നതും. അതും കുഞ്ഞു വീട്, സാധാരണ എല്ലാവരുടെയും വീട് പോലെ തന്നെ ഒരു കുഞ്ഞു വീടാണ്. അവിടെ നമ്മൾ എത്തിയപ്പോഴും വീടെടുക്കണം എന്നുള്ളൊരു പ്ലാനിങ് നമുക്ക് ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പം മൈൻഡിൽ എവിടെയോ ഞാനത് സ്റ്റിക്ക് ചെയ്തു, ഒരു ഡേ ഞാൻ എന്തായാലും അത് സാധിച്ചെടുക്കും എന്നുള്ളത്. ഈ ഒരു വീട് എടുക്കുമ്പം തൊട്ട് നമ്മളുടെ ഒരു ഡ്രീം ഇതെപ്പോൾ കംപ്ലീറ്റ് ആവും എന്നുള്ളൊരു എന്താ ആകാംക്ഷ, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, അത് ആക്ച്വലി ഇവിടെ വന്നിരുന്ന് ആ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പം ഞാൻ ഇമോഷണൽ ആവുന്നില്ല. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോൾ രാത്രി കിടക്കുമ്പോഴും രാവിലെ എണീച്ച ഉടനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കൃഷ്ണൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, ഒരുപാട് താങ്ക്സ് പറയും. ശരിക്കും ദൈവം നമ്മളെ രണ്ടുപേരെയും ബ്ലെസ്ഡ് സോ മച്ച്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വീടിന് കൊടുക്കാനുള്ള ഒരു കാരണം? റൂഹിന്റെ മീനിങ് അറിയോ? സോൾ, സോൾ, ജീവൻ, കുറെ മീനിങ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു അറബിക് വേർഡ് ആണ്. നേരിട്ട് എങ്ങോട്ടേക്ക് പോയിട്ട് നോക്കുകയാണെങ്കിൽ കൃഷ്ണൻ നല്ല പുഞ്ചിരിച്ച കൃഷ്ണനാണ്. ആ ഒരു ഫേസും ഈ ഒരു സ്ട്രക്ചറും കിട്ടാൻ വേണ്ടിട്ട് ഓൾമോസ്റ്റ് നമ്മൾ 8 to 9 months നമ്മള് വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത മുതല് നമ്മള് കൃഷ്ണനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിസൈനർ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിലും കേൾപ്പം താഴെയും കേൾപ്പം, നമുക്ക് ഇത് പോർട്രേറ്റിൽ വെക്കാം. അങ്ങനെ പിൻട്രസ്റ്റിൽ പോയിട്ട് എനിക്ക് ഈ ഒരു പിക്ചർ കിട്ടി, കൃഷ്ണനും രാധയും ഉള്ളത്. അത് കൊടുത്ത് അവര് ബാംഗ്ലൂരിൽ ഓർഡർ കൊടുത്തു. രാജസ്ഥാനിലാണ് ഇത് ചെയ്തത്, രാജസ്ഥാനിലാണ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ക്രെയിന് വഴിയാണ്. ഇത് 450 കിലോ ഭാരമുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവുമല്ലോ. എക്സ്പെൻസീവ് ആണ്. ഏകദേശം എത്ര വന്നിട്ടുണ്ടാവും? ഇത് ഏകദേശം 1,75,000 rupees മാത്രം. പക്ഷെ നമുക്ക് ദൈവം ഇത്രയും തന്ന സ്ഥിതിക്ക് ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാറില്ല, ബാക്കിയൊക്കെ കാണിച്ചു. അപ്പൊ ഞാൻ ഇതിലും ഒരു പിശുക്കും കാണിച്ചില്ല, മനസ്സിന് ഇണങ്ങി തന്നെ വാങ്ങിച്ചു. ഡൈനിങ് ടേബിളിന്റെ ഈ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് അവിടെ ഒരു ഗാർഡൻ പോലെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പേസിൽ എവിടെ വാഷ് ബേസിൻ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പൊ അത് നമ്മൾ അവിടെ കോട്ടയാട്ടിൽ തന്നെ കൊടുത്തു. അവിടെ പോയിട്ട് അത് ആക്ച്വലി നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വീട്ടിൽ. ഇത്രയും വലിയ കിച്ചൺ ആണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പലതരം പരിപ്പ് കറികൾ. ലൂസായ പരിപ്പ് ഈ 3 ദിവസമായി, 4ാമത്തെ പരിപ്പിന് ഇവിടെ കാണാൻ പറ്റും. മഞ്ഞപ്പരിപ്പ്, ഓറഞ്ച് പരിപ്പ്, വിറപ്പരിപ്പ് എല്ലാം ഉണ്ട്. ആദ്യത്തെ ദിവസം വെള്ളം പോലെയുള്ള പരിപ്പ്, പിക്കാപ്പരിപ്പ് അങ്ങനെ പറയാം നമ്മള്. 2ാമത്തെ ദിവസം നല്ല കാട്ടപ്പരിപ്പ്. 3ാമത്തെ ദിവസം പരിപ്പിട്ട് വെച്ച് സാമ്പാർ. പരിപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓൾറെഡി ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എത്ര ബഡ്ജറ്റിലുള്ള ഒരു വീടാണ്. CR ഒക്കെ ആയിട്ടുണ്ട്. അത് എത്ര CR കണ്ട് ആൾക്കാർ വിലയിരുത്തട്ടെ. CR ആയിട്ടുണ്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജന ജോസ് പ്രകാശ്. വീണ്ടും ഒരു ഹോം ടൂർ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ കാണുന്ന റൂഫ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെയാണെന്ന്. ഞാൻ തലശ്ശേരിയിലാണ്. മീത്ത് ആൻഡ് മിരിയുടെ സ്വപ്ന ഭവനം ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, പോന്നോളൂ. നമുക്ക് ഇന്ന് ഇവരുടെ വീട് മുഴുവനായിട്ടും കാണാം. ഹലോ. നമ്മളിങ്ങനെ കാത്തു ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. ഞങ്ങൾ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് ഈ വീടിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വിശേഷം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. സോ ആദ്യം പേര് തന്നെ ഞാൻ തുടങ്ങട്ടെ. റൂഹ്, എന്തുകൊണ്ടാണ് ഈ ഒരു പേര് വീടിന് കൊടുക്കാനുള്ള ഒരു കാരണം?
റൂഹിന്റെ മീനിങ് അറിയോ? സോൾ. സോൾ, ജീവൻ, കുറെ മീനിങ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇതൊരു അറബിക് വേർഡ് ആണ്. പിന്നെ ഹെർബ്രിയോ അല്ലെ, അതും കൂടിയാണ്, ആ ഒരു ലാംഗ്വേജും കൂടിയാണ്. അപ്പം നമ്മളിങ്ങനെ കുറെ, ഞാൻ എപ്പോഴും പേരൊക്കെ ഇടുമ്പോൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എന്തോ യുണീക്ക് ആയിട്ട് ഇടണം. അത് ഞങ്ങൾക്ക് അറിയാം. നമ്മള് ഇങ്ങനെ കുറെ പേര് വേണ്ടിട്ട് നോക്കി. മിരിക്ക് ഭയങ്കര ഒരു ട്രഡീഷണൽ പേരിടാനാണ് ആഗ്രഹം ഉണ്ടായത്. പക്ഷെ ഈ വീട് അങ്ങനെ ഒരു ട്രഡീഷണൽ വീടല്ല, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇതിന് പറ്റിയൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് നോക്കി. ഇങ്ങനെ കുറെ സെർച്ച് ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനും ഒരു എഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഒരു സോങ് കേട്ടത്. ഹണി സിംഗിന്റെ ഒരു സോങ് ഉണ്ട്, യാ തോ മേരാ റൂഹ് ലേ ലോ. അങ്ങനെ ഒന്നിക്കില്ല നീ എന്റെ ജീവൻ എടുക്കും അല്ലെങ്കിൽ എന്റെ ശരീരം എടുക്കും. ഭയങ്കര ഹിറ്റ് സോങ് ആണ്. അപ്പൊ ആ റൂഹ് എന്റെ ഇതില് ക്ലിക്കായി. അപ്പൊ ജീവൻ എന്നുള്ളത് എനിക്ക് കിട്ടി. പിന്നെ അതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തു, എന്തൊക്കെയാണ്, ഏതാണ് ലാംഗ്വേജ്, എന്താണ് മീനിങ്, അങ്ങനെ. പിന്നെ എനിക്കൊന്ന് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന സാധനം നമ്മുടെ ജീവൻ തന്നെയല്ലേ നമ്മുടെ വീട്, നമ്മുടെ ഒരു ആത്മാവാണ്. അപ്പൊ വേറെ ഒന്നും നോക്കിയില്ല, അത് തന്നെ അങ്ങ് ഇട്ടു. അതിന് ഭയങ്കരമായിട്ടുള്ള മീനിങ് ഒക്കെ കണ്ടപ്പം അത് തന്നെ ഇട്ടു. ഞാൻ മെരീനോട് പറഞ്ഞ മെരി റൂഹ അങ്ങനെ അല്ല, അത് പേര് മോശമായതുകൊണ്ടല്ലോ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ നെയിംസ് ആയിരുന്നു എനിക്കിഷ്ടം. അത് മെരിക്ക് അനന്തം, അനന്തഭദ്രം, അനന്തഭദ്രം ഞാൻ നോക്കി വെച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരു ട്രഡീഷണൽ ടച്ച് അതിൽ വേണമെന്നുണ്ടായിരുന്നു. മിലിയോ അങ്ങനെ തന്നെ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വീട്. ആദ്യം ശ്രദ്ധ പോകുന്നത് ഈ 2 ഇടങ്ങളിലേക്കാണ്. ഈ ഒരു സ്പേസ് വെക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രാർത്ഥനാ മുറി എന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. സോ എന്തായിരുന്നു ഇവിടെ വീട് വെക്കുന്ന സമയത്ത് ഇവിടെ ഒരു മാറ്റങ്ങൾ വരണം, പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ച് ചെയ്തത് എന്താ? ആദ്യം കൃഷ്ണന്റെ പറയുകയാണെങ്കിൽ, കൃഷ്ണന്റെ പ്രത്യേകത ഭയങ്കര ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാമറയിൽ മനസ്സിലാവുന്ന അറിയില്ല. അടുത്ത് വരുമ്പോ കൃഷ്ണൻ കുറച്ച് ഗൗരവമാണ്. ശരിയാ. അതേപോലെ നേരിട്ട് ബേക്കോട്ടേക്ക് പോയിട്ട് നോക്കാണ് കൃഷ്ണൻ നല്ല പുഞ്ചിരിച്ച കൃഷ്ണൻ. ആ ഒരു ഫേസും ഈ ഒരു സ്ട്രക്ചറും കിട്ടാൻ വേണ്ടിട്ട് ഓൾമോസ്റ്റ് നമ്മൾ 8 to 9 months നമ്മള് വീടിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത മുതല് നമ്മള് കൃഷ്ണനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മള് ബാംഗ്ലൂര് നമ്മള് സ്റ്റോൺ ആർട്ട് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഈ ഒരു വാള് നോക്കാൻ പോയത്. വാള് നോക്കാൻ പോയപ്പോ ഇത് ആക്ച്വലി ഇത്രയും ഹൈറ്റില് ഇത് 2 പീസാണ്. ഈ 2 പീസായിട്ട് അവർ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ സിംഗിൾ പീസിൽ നിങ്ങൾക്ക് ഇത് കിട്ടില്ല ഈ ഒരു ഹൈറ്റില്. 6x8 ഇത്രയും ഹൈറ്റുള്ള കിട്ടില്ല. അപ്പൊ ഒരു ഷോപ്പ് അത് കിട്ടും പറഞ്ഞിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചു. അപ്പൊ നമ്മൾ ഓക്കെ എന്നാ അത് കിട്ടുമല്ലോ, അതായത് സിംഗിൾ സ്റ്റോണിൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നാട്ടിൽ വന്നു. പിന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇയാൾ ഒന്നും പറയുന്നില്ല, അതെ കൊതിപ്പിച്ച് നിർത്തി. പോസിബിൾ അല്ല, ഇത് കല്ലിൽ കൊത്തിയെടുക്കുന്നതാണല്ലോ, അത് ഇത്രയും ഡെപ്തിലാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫിഗർ കണ്ടോ, ഇതൊരു 1 ഇഞ്ചോളം അപ്പൊ ഈ ഡെപ്ത് കാണുന്നത് ഇതൊന്നും ഒട്ടിച്ചല്ലേ, ഈ ബാക്കിയുള്ള സാധനങ്ങൾ കാർവ് ചെയ്ത് റിമൂവ് ചെയ്തിട്ടാണ് ആ ഡെപ്ത് വരുന്നത്. അപ്പം അത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ പിന്നെ ഒരാളെ കണ്ടുപിടിച്ച് നമ്മൾ ബാംഗ്ലൂരിൽ ഇതിന്റെ ഡിസൈൻ കൊടുത്തു. ആദ്യം ഞാൻ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് ആയിരുന്നു കൊടുത്തത്, വേറെ ഒരു കൃഷ്ണന്റെ ഫിഗർ. അപ്പൊ അവര് പറഞ്ഞു, ഡിസൈനർ പറഞ്ഞു ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുകളിലും കേൾപ്പാം താഴെയും കേൾപ്പാം, നമുക്ക് ഇത് പോർട്രേറ്റിൽ വെക്കാം. അങ്ങനെ പിൻട്രസ്റ്റിൽ പോയിട്ട് എനിക്ക് ഈ ഒരു പിക്ചർ കിട്ടി, കൃഷ്ണനും രാധയും ഉള്ളത്. അത് കൊടുത്ത് അവര് ബാംഗ്ലൂരിൽ ഓർഡർ കൊടുത്തു. രാജസ്ഥാനിലാണ് ഇത് ചെയ്തത്, രാജസ്ഥാനിലാണ് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, ട്രെയിന് വഴിയാണ്. ഇത് 450 കിലോ ഭാരമുണ്ട്. എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവല്ലോ. എക്സ്പെൻസീവ് ആണ്. ഏകദേശം എത്ര വന്നിട്ടുണ്ടാവും? ഇത് ഏകദേശം 1,75,000 rupees ഇതിന് മാത്രം. പിന്നെ ഇതിന് ഈ ഗം ഒട്ടിക്ക അതിന്റെ പക്ഷെ നമുക്ക് ദൈവം ഇത്രയും തന്ന സ്ഥിതിക്ക് ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാറില്ല, ബാക്കി എന്താ കാണിച്ചു. അപ്പൊ ഞാൻ ഇതിലും ഒരു പിശുക്കും കാണിച്ചില്ല, മനസ്സിന് ഇണങ്ങിയത് തന്നെ വാങ്ങിച്ചു. ഇത് സ്പെഷ്യലി മെറിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. മെറിയാണ് കഴുത്ത് മുറിച്ചുവിട്ട കോഴീനെ പോലെ ചില സമയങ്ങളിൽ ഓടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, മെറിനെ പിടിച്ചോണ്ടിട്ട് മെറി എനിക്കൊന്നുമില്ല മോളെ, ഇവിടെ ഇരിക്കും, കുട്ടി ഇവിടെ ഇരിക്കും, കുട്ടീനെ എവിടെ ഇരുത്തും. നമുക്ക് എവിടെ നിന്നും കാണാൻ പറ്റില്ല, ഇവിടുന്ന് എവിടെ ഞാനും അമ്മയും അവിടെ നോക്കിയിരിക്കും. മെറിന്റെ അമ്മയും അച്ഛനും ഉണ്ടാവും. എന്നിട്ട് ഇവിടെ ഒന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് ഇവക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്ത ബുദ്ധനാണ്. നമ്മള് മിത്തോട്ടൻ ഇതുപോലെ പിൻട്രസ്റ്റിലും അവിടെ ഇവിടെയൊക്കെ നോക്കി റെഫറൻസ് കൊടുത്ത് ഈ ബുദ്ധനാണ് എനിക്ക് വേണ്ടത്, അവര് അതേപോലെ കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. പക്ഷേങ്കിൽ ഇതിന് മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ച കുറച്ച് ബുദ്ധ സ്റ്റാച്യൂസ് നമ്മൾ ബാംഗ്ലൂർ നോക്കാൻ പോയിരുന്നു. ഈ പറഞ്ഞ പോലെ
ഇങ്ങനെ ഇരിക്കും. നമ്മൾ എഞ്ചിനീയറും ഉണ്ട് നമ്മളെ കൂടെ, ബാംഗ്ലൂരാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കും. ഈ ബുദ്ധന്റെ മൂക്ക് വളഞ്ഞിട്ടുണ്ടോ? ഈ ബുദ്ധൻ ചിരിക്കുന്നില്ല. ഈ ബുദ്ധൻ എന്താ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നേ? ഈ ബുദ്ധന്റെ തല എന്താ ഇങ്ങനെ? തലയില് തേങ്ങ വീണ പോലെ അങ്ങനെയൊക്കെ നമ്മളതൊക്കെ. പക്ഷേങ്കില് അത് നമ്മളിപ്പോ നീ ഇപ്പം ഒരു വീട് എടുക്കുമ്പോ അതിനൊരു കൃഷ്ണ വിഗ്രഹം അല്ലെ ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റാച്ചു വേണമെന്ന് നമ്മള് ഫേസ് എന്തായാലും നോക്കും. ഫേസ് പ്ലസന്റ് ആണോ, സ്മൈലിംഗ് ആണോ? നമ്മളിങ്ങനെ കാണുമ്പോ തന്നെ ആ ഫേസ് നമുക്ക് ആ ഒരു എനർജി വരണം. അത് നമ്മള് എന്തായാലും നോക്കും. അപ്പൊ അതിന് കൊറേ ടൈം എടുത്തിട്ട് നമുക്ക് ഈ ബുദ്ധനെ കിട്ടിയത്. ആക്ച്വലി ഇത് സ്നെയിൽസ് ആണ്. നമ്മുടെ ഒച്ചില്ലേ, ഒച്ച് ഭയങ്കര തണുത്തതല്ലേ. ബുദ്ധൻ എപ്പോഴും ധ്യാനത്തിലാണ്. ധ്യാനം കഴിക്കുമ്പം തല ഇങ്ങനെ ചൂടാവല്ലോ, ചിന്തിച്ചിട്ട്. അപ്പൊ ആ തലക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധന്റെ തലയിലുള്ളത് എല്ലാരും വെക്കുന്ന മുടിയാണ്. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി സ്നെയിൽസ് ആണ്. ഒച്ച് നമ്മളെ തണുപ്പ് കിട്ടാൻ ഒച്ച് ഭയങ്കര തണുപ്പ്, ഒരു വഴുവഴുപ്പുള്ള സാധനല്ലേ, അതാണ് ഈ തലയിൽ നിറച്ചുള്ളത്. അപ്പൊ അതിനും പ്രത്യേകത. ഇത് കണ്ടോ, ഇതൊരു കറക്റ്റ് ഫേസിലുള്ളത്. പിന്നെ ഇവിടെ ചിലത് ഇങ്ങനെ കൂർത്തിട്ടുണ്ടാവും. അത് ഷേപ്പിനൊക്കെ പല രീതിയിൽ വരും. അപ്പൊ ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ച് അവര് വരച്ച് സ്ട്രക്ചർ ചെയ്ത് ഓക്കെ അപ്രൂവ് കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോഴും എനിക്ക് അയ്യോ അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പം ഓക്കെ ആയി. ഇനി നമ്മൾ ഈ വീടിന്റെ ഏത് ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത്? ഏത് ഭാഗം കാണണം? എനിക്ക് ഇവിടെ കാണണം. ഞാൻ ഭയങ്കര ഒരു ഇവിടെ എല്ലാം എവിടെ വെച്ചാലും ഫ്രെയിംസാ. കാരണം നിങ്ങളൊരു വ്ളോഗേഴ്സ് കൂടി ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും മനസ്സിലുണ്ടായിരുന്നോ എവിടെ ക്യാമറ വെച്ചാലും ക്യാമറ ഫ്രെയിം ആയിരിക്കണോന്നല്ല. ഇതൊക്കെ ഈ ആർക്കിടെക്റ്റിനെ നമ്മള് ഇങ്ങനെ എന്താണ് ചീൻചള്ളി ഇട്ടിട്ട് ഇങ്ങനെ പൊരിക്കുകയായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, പിൻട്രസ്റ്റ് അൺലിസ്റ്റഡ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ്. ഓക്കെ, ആളെ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഓ വിളിക്കാം. ഇവിടെ വന്നിട്ട് എവിടെയാണ് റഫി? വായോ. റഫി ഇന്ന് കുളിച്ചിട്ടൊക്കെ വന്നു, കുറച്ച് ഒരുങ്ങിട്ടൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പൊടി മണ്ണൊക്കെ പിടിച്ചിട്ട് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാകുന്ന. ഹലോ, മൈക്ക് പിടിച്ചോളൂ. ഈ സംസാരിച്ച് ഈ വീടിനെ കുറിച്ച് തുടങ്ങിയ സമയത്ത് കേൾക്കുന്ന ഒരു പേരാണ് റഫി. കുറച്ചധികം വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടോ? തിരിച്ചിങ്ങോട്ടും ആണോ? ഇവിടെ എന്തൊക്കെ കാര്യത്തില വെള്ളം കുടിപ്പിച്ചേ? ഈ വീട് തുടങ്ങുന്ന സമയത്ത്, പ്ലാൻ പറയുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ആള് പറഞ്ഞ ഐഡിയാസ്? ഞാൻ പറയട്ടെ ആദ്യം. ആക്ച്വലി നമ്മള് ഈ വീട് വേറെ ഒരു പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ബ്രാൻഡിന്റെ ആനിവേഴ്സറി അല്ലെ റഫി, ആനിവേഴ്സറിക്ക് നമ്മളെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, അവരുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ അവര് അവിടെ പോയി നമ്മൾ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അതൊരു കണക്ഷൻ, ഞാൻ കണക്ഷന്റെ ആളാ, ഒരു കണക്ഷൻ കിട്ടി. അങ്ങനെയാണ് ഇവരോട് ഒരു ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ റഫി അന്നേരം ഇല്ല, റഫീനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് വീഡിയോ കോൾ വഴി അല്ലേ. വീഡിയോ കോളിൽ വന്നപ്പം പിന്നെ ഭയങ്കര ദുബായിലായിരിക്കും ഓഫീസിൽ ഇരുന്നിട്ട് നമ്മൾ ഇംപ്രസ് ആയി. ഇവര് ഇന്ത്യയിൽ മാത്രം ഇന്റർനാഷണൽ ആണ് മോത്തിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് വീഡിയോ കോളിൽ. അപ്പൊ ഞാൻ നോക്കുമ്പം ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് സ്പെക്സ് ഒക്കെ വെച്ച് പിന്നെ ഇംഗ്ലീഷിലെ സംസാരിക്കുന്നുണ്ട്. ഹായ് മിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ശിവന ആരാടാ, നമ്മളെക്കാട് വലിയ ആളോ എന്നാ കാണിച്ചു കൊടുക്കാം. പിന്നെ ഭയങ്കര ജാടാന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു ജാട തണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊന്ന് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഞാൻ നിങ്ങൾ റിപ്പോർട്ട് അടിക്കും. ഞാൻ വെച്ച് ഇവന് കൊടുക്കണം, ഇവൻ ഇതൊക്കെ നല്ലത് ചെയ്യോ. ചില ആൾക്കാരുണ്ടല്ലോ സംസാരം കൂടുതലായിരിക്കും പക്ഷെ വർക്ക് കുറവായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ സംസാരിച്ചപ്പോ ഇവൻ ഇംഗ്ലീഷ് പറഞ്ഞപ്പോ ഞാനും ഇംഗ്ലീഷ് പറഞ്ഞു. അവിടെ നമ്മള് ബ്രേക്ക് ഇട്ടു. പിന്നെ സാധാരണ നമ്മളെ ലാംഗ്വേജിൽ മസാല ഒന്നുമില്ല, ഇതൊക്കെ ഇതല്ലേ വെരി റിയൽ അല്ലേ വെരി. നീ എന്റെ ടീമിലാണ്. അറിയാലോ. പിന്നെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ നമ്മളെ ഐഡിയാസ് പെട്ടെന്ന് ഇവർ വെൽക്കം ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം അത് നമ്മളെ ഐഡിയാസും ഇവരുടെ ഐഡിയാസും ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഒരു അടിപൊളി ആകും എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നു, ഒരു ഫോർകാസ്റ്റ് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഐഡിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ മജീഷ്യന്റെ കയ്യിലായിരുന്നു. ഈ വീടിന്റെ പൂർത്തിയാകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയത് ഈ വീട്ടിലെ ഇത് ഭാഗം കണ്ടപ്പോഴാണ്. ആക്ച്വലി അത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ ഏറ്റവും വലിയ സർപ്രൈസ് ആയത് വീട്ടിൽ കൂടലിന്റെ 2 ദിവസം ഇവിടെ വന്നപ്പോ ഒന്നും നടന്നിട്ടില്ല. റഫി
റഫി ആ മൂലൊക്കെ അവിടെ ഇരിക്കുന്നു. റഫീനെ ഞാൻ പൊരിച്ചിട്ട് വന്നു. പിന്നെ റഫി ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അന്നേരം എനിക്ക് ദേഷ്യം പിടിച്ചിട്ടില്ലേ, റഫി അവിടെ നിൽക്കുന്നുണ്ട്, ഒന്നും നടന്നിട്ടില്ല, ഒരു സംഭവം നടന്നിട്ടില്ല. നമ്മൾ ഗസ്റ്റ് വന്ന് എന്ത് ചെയ്യും, ക്ലീനിങ് നടന്നിട്ടില്ല, വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റഫി എപ്പം പറയും, മീത്തെ ഒന്ന് ശാന്തനാകും, എല്ലാം സെറ്റാവും, വീട്ടിൽ കൂടുതൽ ദിവസം സെറ്റ് ആയിക്കോളും, 2-3 ദിവസത്തേക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. പക്ഷെ നമുക്ക് പറ്റുമോ? ടെൻഷൻ അടിച്ച് ആകെ ഇതായി. ഞാൻ റഫീന് ചീത്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇതൊന്നല്ല എക്സ്പെക്ട് ചെയ്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ വീട്ടിൽ കൂടലിന്റെ ദിവസം ഈവൻ വന്ന ആൾക്കാരും എല്ലാരും അതിശയപ്പെട്ടു. 2 ദിവസം മുന്നേ കണ്ട സാധനമല്ല ഇവര് ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ സർപ്രൈസ് അതായിരിക്കും. റഫി എന്താ സർപ്രൈസ്? അല്ല അല്ല ഒരുവിധം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനൊന്നുമില്ല. അല്ല ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇപ്പോൾ ഉള്ള, കാരണം കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയം അല്ലെങ്കിൽ വർക്ക് ഓൺ ഗോയിങ് ടൈമിലൊന്നും നോക്കണ്ട. കാരണം ഈവൻ നമ്മൾ മാറ്റൊക്കെ വെച്ചാൽ പോലും എന്നാലാണ് കറക്റ്റ് എക്സാക്ട് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ തലേന്ന് വന്നാലൊന്നും ഇത് എന്താണെന്നുള്ള കാര്യത്തിൽ കറക്റ്റ് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, കാരണം ഇവർ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് അതായത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് 100% കോൺഫിഡന്റ് ആണ്. പക്ഷെ ഈ ലാസ്റ്റ് ടൈം ഇവരൊക്കെ വരുന്ന സമയത്ത് രണ്ടാളെയും മുഖം ഇങ്ങനെയുള്ളത്. ഞാൻ ഓവർ കോൺഫിഡന്റ് വെച്ചിട്ട് അവസാനം ഹൗസ് വാമിങ് ആൾക്കാർ വന്നിട്ട് ഇത് എന്താണെന്ന് ചോദിക്കുന്നില്ല. ഒരു ടെൻഷൻ ഫ്രണ്ട്സില് പെയിന്റ് അടിക്കാൻ ആൾക്കാർ നടന്നു പോകുന്ന അവസ്ഥയായിരുന്നു. ഇവിടെ തട്ടിയിട്ട് കൊണ്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല, അത്രയും ആൾക്കാര്. ഞാനിട്ട് നമ്മൾ എത്ര ടെൻഷനാ അവിടെ. റഫീന്റെ വൈഫ്, ബ്രദറിന്റെ ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ഭയങ്കര ചില്ല്. എനിക്ക് അത് കാണുമ്പോ പിന്നെയും ടെൻഷൻ. ഇവർക്ക് ഒരു ടെൻഷനും ഇല്ലേ? ഇവർക്ക് ഒരു ടെൻഷനും ഇല്ലേ? നമുക്കല്ലേ നാണക്കേട്. ഞാൻ ഇവരോട് പോയി പറയും, ഒരു സമാധാനം കിട്ടാനാ. ഇത് അതിനപ്പുറത്തത്. ഇത് വന്നിട്ട് പിന്നെയും കുറച്ചും കൂടി ഇട്ടിച്ചേരും സമാധാനപ്പെടുത്തുന്നത്. ആക്ച്വലി ഇവര് നേരത്തെ പറഞ്ഞ പോലെ ഇവര് നമ്മള് ആനിവേഴ്സറിക്ക് ഗസ്റ്റ് ആയിട്ട് വന്നവരാണ്. അപ്പം മീൻസ് അപ്പോൾ ആ ടൈമിനാണല്ലോ നിങ്ങൾ പ്ലാൻ ഡ്രോ ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ ഇവര് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല ബിൽഡേഴ്സിനെ. നല്ലൊരു ബിൽഡേഴ്സിനെ തന്നെ കിട്ടി, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് ആക്ച്വലി ഇവരൊരു തീം എന്ന് പറയുന്നതും കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെന്റ്, സംതിങ് യുണീക്കാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ ഒരു ക്ലയന്റിനെയാണ്. അറിയാലോ, എപ്പോഴും നമുക്ക് ആഗ്രഹിക്കുന്ന വെച്ചാല് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ അത് ആപ്റ്റ് ആയിട്ടുള്ള, അതായത് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലയന്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾ കണ്ടാവും, എല്ലാം ഓപ്പൺ ആണ്, കംപ്ലീറ്റ് ഏരിയയും ഓപ്പൺ ആയിട്ടുള്ള ഏരിയകളാണ്. ഇപ്പം ഗ്ലാസ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഒരു ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവർ സേഫ്റ്റി റീസൺസ് അല്ലെങ്കിൽ മറ്റുള്ള നെഗറ്റീവ്സുകൾ അത് മാത്രം ഇങ്ങോട്ട് പറയും. അപ്പോൾ ആ ഒരു ഡിസൈൻ ഇപ്പം ഫുള്ള് ഡിസൈനിന് എന്താ പറയുക, അബ്സ്ട്രക്റ്റ് വരുന്ന കാര്യങ്ങളാണ് കൂടുതൽ അതിൽ വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിസൈൻ പകുതിയും ക്ലയന്റിന്റെ ഡിസൈൻ പകുതിയും ആക്കിയാൽ ഒരിക്കലും ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്നില്ല. ഇവരുടെ കാര്യത്തിൽ അതിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രാവശ്യം ഡിസൈൻ മാറ്റിച്ച് എന്നാലും അത് മാറ്റിച്ചതല്ല, കുറച്ചും കൂടി എന്താ പറയാ, ഇവർക്ക് കുറച്ചും കൂടി അതിലേക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ഒരു സജഷൻസ് ഒക്കെ വന്നു. ഇത് കുറച്ച് വർക്കൗട്ട് ആവുന്നുണ്ട് നല്ലോണം. കാരണം അത് മാത്രമല്ല, ഞാനിവരോട് പറഞ്ഞ എനിക്ക് ഈ ടൈം പോരാന്നാണ്. പക്ഷെ ഇവർ പറഞ്ഞു ഒരുപാട് ടൈം വന്നെന്ന് പറഞ്ഞു. എനിക്ക് അത്രയൊന്നും ടൈം തന്നിട്ടില്ല ആക്ച്വലി. 1.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് പ്രൊജക്റ്റ് ആണ്. അതായത് സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് നിന്ന് കീ ഹാൻഡ് ഓവർ വരെ നമുക്ക് 1.5 ഇയേഴ്സ് ഇത് എടുത്തത്. പക്ഷെ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ട് തീർക്കണമെങ്കിൽ എനിക്കത് പോരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പറ്റൂല എന്ന് പറഞ്ഞത്. ജാനുവരി 1 എനിക്കത് ജാനുവരി 1 എനിക്ക് വീട് കിട്ടണം എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു 6 months ബിഫോർ കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആ സമയത്താണ് ഞാൻ ഫുൾ ടൈം ആയിട്ട്, മുമ്പ് ദുബായിൽ കുറച്ച് പ്രൊജക്റ്റിൻ്റെ ബിസിയിലായിപ്പോയി. ഇവിടെ വന്നതിന് ശേഷം, കാരണം ഇതൊരു ഫ്യൂഷൻ ഡിസൈനാണ്. ആക്ച്വലി ഇതൊരു പക്ക, നമുക്കൊരു ഡിസൈൻ മാത്രം ഒരു സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കണ്ടംപററിന്നോ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം മിരിയുടെയും മീത്തിന്റെയും രണ്ടാളതും കളിയും ചെയ്യുന്നത് ഒരുപോലെയാണെങ്കിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മെറി കുറച്ചും കൂടി ഒരു എസ്തെറ്റിക്, ഒരു ട്രഡീഷണൽ കുറച്ചും കൂടി നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ നേരെ തിരിച്ചാണ് ഇവരെന്താ പറയാ, കുറച്ച് മോഡേൺ, അതായത് മോഡേൺ അങ്ങനെ മോഡേൺ അല്ല, ഒരു തീം, അവരൊരു പക്ക കണ്ടംപററി, ആ ഒരു ക്ലാസ്, ഒരു കുറച്ചും കൂടി ലക്ഷറിയസ് ആയിട്ടുള്ള ഡിസൈൻസിനെ ഒരു
അപ്പൊ അത് രണ്ടും ട്രഡീഷണലും ലക്ഷറീസ് ആയിട്ടും നമുക്ക് മിക്സപ്പ് ചെയ്ത് കൊണ്ടുവരാൻ രണ്ടാളെയും സമാധാനിപ്പിക്കണം. അല്ലെങ്കിൽ ഒരാൾ ഡിസൈൻ അക്സെപ്റ്റ് ചെയ്തതിനാൽ മറ്റേ പറയുന്നത് രസമില്ല റഫി ഇത് മാറ്റണം. ഞാനും മെറിയും റഫീന്റെ അവിടെ ഡിസ്കഷന് പോയ ദിവസമല്ല നമ്മളെ അടിയെന്ന് വെച്ചാല് എന്തിനാ കൂട്ടിയിട്ട് പോയത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ എന്നെ എടുത്തു അങ്ങനെയൊക്കെ പറയും. അല്ല ഈ വീട്ടിൽ അങ്ങനെ ചർച്ച ഏറ്റവും കൂടുതൽ വന്നത് എന്താ നിങ്ങൾ രണ്ടുപേരില്? അല്ല ഇതില് നമുക്കിപ്പോ റൂംസ് ഒക്കെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ ഇവിടെ റൂംസ് കാണാൻ പോകുന്നല്ലോ. ഈ റൂംസിൽ അതായത് മിരിക്ക് കൂടുതലും ഒരു ട്രഡീഷണൽ കാണുന്നില്ല, ഇവിടെ ഒരു ട്രഡീഷണൽ ടൈപ്പ് വേണം തന്നെയാണ് ഒരുവിധം എല്ലാം ട്രഡീഷണൽ ടൈപ്പ് ആയിട്ടുള്ള ഡിസൈൻസ് വേണം. നേരെ ഓപ്പോസിറ്റ് ആണ് ഞാനൊരു പാറ്റേൺസ് ഒക്കെ കൊണ്ടുവന്നാൽ ഇതൊക്കെ ഒരു മാറ്റി വെക്കും ഒരു ഭാഗത്തേക്ക്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ച സാധനം വേറെ കൊണ്ടുപോകാം. അപ്പോൾ ഇത് രണ്ടും മിക്സപ്പ് ചെയ്ത് കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം ഈ ഡിസൈൻ ഇതിന്റെ ഫെസൈഡ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഒരു സ്ലോപ്പ് റൂഫാണ്, കംപ്ലീറ്റ് ആയിട്ട് സ്ലോപ്പ് റൂഫ്, ഒരു ടൈൽ റൂഫാണ് മേലെ കൊടുത്തത് ഡബിൾ ഹൈറ്റിൽ. അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്റെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇൻസൈഡും പ്ലാൻ ചെയ്ത്, ഇന്റീരിയർ ഒക്കെ കംപ്ലീറ്റ് പ്ലാൻ ചെയ്ത്. പക്ഷെ എനിക്ക് തോന്നി അതെന്തായാലും കംപ്ലീറ്റ് ആയിട്ട് ട്രഡീഷണലേക്ക് ഇതെന്തായാലും വർക്ക്ഔട്ട് ആവില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഇവിടെ നിൽക്കും, ഒരാൾ പിന്നെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ എന്താക്കി അതൊരു ഫ്യൂഷൻ കൊളോണിയൽ സ്റ്റൈലും കൂടി ഇംപ്ലിമെന്റ് ചെയ്തു. കൊളോണിയൽ ആകുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലൊരു ക്ലാസിക്കൽ എലമെന്റ്സ് കുറച്ചും കൂടി ആഡ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി പ്രീമിയം ക്ലാസിക്കൽ. അതിലൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കളേഴ്സ് കോൺട്രാസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി നിങ്ങളിപ്പോൾ ഒരു ലിവിങ്ങിലൊക്കെ പോയാൽ, നിങ്ങൾക്ക് ലിവിങ് സ്പേസിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷേ ആ കളർ കോൺട്രാസ്റ്റ് നിങ്ങൾക്ക് അത് മനസ്സിലാവായിട്ടാണ്. അത്യാവശ്യം കളേഴ്സ് ഉണ്ട് ഇവിടെയുള്ള കളേഴ്സ്. ഇപ്പോൾ കിച്ചണ്, ബാർ കൗണ്ടർ ഏരിയ ആയിക്കോട്ടെ, റൂംസിലായിക്കോട്ടെ, എല്ലാം നിങ്ങൾ ഒരു സിംഗിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. സോ ഡൈനിങ് ഏരിയയിൽ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു മനസ്സിൽ പ്ലാൻ ഉണ്ടായത്? ഡൈനിങ് ഏരിയയിൽ മെയിൻ ഓപ്പൺ കിച്ചൺ ആയിരിക്കണം എന്നുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടാകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് ടേബിളിന്റെ ഈ ഒരു സ്പേസ് ഓപ്പൺ ആയിട്ട് അവിടെ ഒരു ഗാർഡൻ പോലെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പേസിൽ എവിടെ വാഷ് ബേസിൻ കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് നമ്മൾ അവിടെ കോട്ടയാട്ടിൽ തന്നെ കൊടുത്തു. അവിടെ പോയിട്ട് അത് ആക്ച്വലി നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ വീട്ടിൽ. ആൻഡ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. സോ ഈ കിച്ചന്റെ കാര്യത്തിൽ എന്തൊക്കെയായിരുന്നു മനസ്സിലായത്? കിച്ചന്റെ കാര്യത്തിൽ ആകെയുള്ള ഒരു സങ്കടം ഇത് മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയ കിച്ചൺ ആണ്, പക്ഷെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പലതരം പരിപ്പ് കറികൾ, ലൂസായ പരിപ്പ്. ഈ 3 ദിവസമായി, 4ാമത്തെ ദിവസം പരിപ്പിന് ഇവിടെ കാണാൻ പറ്റും. മഞ്ഞപ്പരിപ്പ്, ഓറഞ്ച് പരിപ്പ്, വേറെ പരിപ്പ് എല്ലാം ഉണ്ട്. ആദ്യത്തെ ദിവസം വെള്ളം പോലെയുള്ള പരിപ്പ്, പിക്കാ പരിപ്പ് അങ്ങനെ പറയാം നമ്മള്. 2ാമത്തെ ദിവസം നല്ല കാട്ടപ്പരിപ്പ്. 3ാമത്തെ ദിവസം പരിപ്പിട്ട് വെച്ച് സാമ്പാർ. പരിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്ന് വന്നപ്പോ ഉള്ള കറി എന്നായിരുന്നു? ഒരുപാട് സമൃദ്ധമായിട്ടുള്ള. വലിയ സന്തോഷിക്കേണ്ട, അത് ഇന്നലത്തെ സാമ്പാറാണ്. പച്ചയായ മനുഷ്യരാണ് ഇന്നലത്തെ സാമ്പാർ ചൂടാക്കിയത്. അത് ഓക്കെ, ഞാനിവിടെ വന്ന സമയത്ത് എല്ലാവരും ഈ ലൈറ്റ് ഇടാൻ വേണ്ടിട്ട് ഏതാ സ്വിച്ച് കണ്ടുപിടിച്ചോണ്ടിരിക്കുക. പഠിച്ചു വരുന്നേ. പക്ഷെ എപ്പോഴും കാണുന്നത് പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് സ്വിച്ച് ആണ്. അതാണ് എവിടുന്ന് കണ്ടുപിടിച്ചു ഇത്? എനിക്ക് സ്വിച്ചിനെ കുറിച്ചൊന്നും ഒരു സത്യം നമുക്കൊരു വിവരേ ഇല്ല. അത് കണ്ടപ്പോ മനസ്സിലായിട്ടോ. ഇതും റഫീയുടെ ഒരു ഐഡിയ ആയിരുന്നു, ഇങ്ങനെ ഒരു വിന്റേജ് ടൈപ്പ് ഒരു സ്വിച്ച് വേണമെന്ന്. അപ്പൊ ഒരു പണ്ടത്തെ വീട്ടിലാണ് ഇങ്ങനത്തെ സ്വിച്ച് കാണുന്നത്. പക്ഷേ നമ്മളൊരിക്കലേ അത് പുറത്തുണ്ട് വലിപ്പുള്ളത്, നമ്മളുടെ ബെല്ലടിക്കുന്നതും പിന്നെ അവിടുത്തെ സ്വിച്ച് ഇടുന്നതും. അത് പണ്ടത്തെ സെയിം ആണ്. പണ്ടത്തെ സാധനത്തിന് പണ്ട് വില കുറവായിരുന്നു. പണ്ടത്തെ സാധനം ഇപ്പൊ വാങ്ങണമെങ്കിൽ നല്ല വിലയാണ്. ഇതൊക്കെ കുറച്ച് പ്രീമിയം വരുന്ന SSK സ്വിച്ച് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആണ്, എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഈ കളറ്, ഈ സാധനങ്ങള്. പക്ഷെ ഇതിങ്ങനെ ടിക് ടിക് കളിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കളിക്കണ്ട കേട്ടാ, ഞാൻ പോകുമ്പോ അതിന്റെ പൈസ മേടിക്കും. ഈ ഒരു ഏരിയ കാണുമ്പോ നമുക്കൊരു ഈ പറഞ്ഞ അലമാരൊക്കെ ഫീൽ ചെയ്യെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ, ഇതൊക്കെ സാധനമൊക്കെ വെക്കാൻ ഒരുപാട് ഓർഗനൈസ് ചെയ്ത് വെക്കാനുള്ള ഷെൽഫ്സ് ആണ്. കുറെ ഷെൽഫ്സ് ഫുള്ളി ഒക്യുപ്പൈഡ് ആണ്. എല്ലാം ടെക്നിക്കലി ബേസിക്കലി ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത ഒരു കാര്യം. ഇതിലൊന്നും നമ്മളുടെ ഒരു ഐഡിയാസ് ഒന്നുമില്ല. ജസ്റ്റ് ഈ കളർ പാലറ്റ് നമ്മളായിട്ട് ഡിസ്കസ് ചെയ്തു. ഈ കളർ ഞാനാണ് ചൂസ് ചെയ്തത്, റഫി പറയും ഞാനാണെന്ന്. ഇത് എന്റെ കളറാണ്, ഇത് ഞാൻ വിട്ടുകൊടുക്കൂല. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ആരും അധികം കാണാൻ. പക്ഷെ ഇതിപ്പോ ട്രെൻഡായി വരുന്നുണ്ട് തോന്നുന്നു. ഇവിടെ വന്ന കുറെ ആൾക്കാർ കളർ ഒരു രക്ഷയില്ല, ഇത് ഏതാ കളർ നോക്കി. ഞാൻ പേരിട്ടു ബ്രിട്ടീഷ് ഗ്രീൻ. അല്ല ബ്രിട്ടീഷ് ഗ്രീൻ അല്ല റഫി, അല്ലാന്ന് പറയണ്ട. ഇതൊക്കെ ഒരു വിന്റേജ് ടൈപ്പ് തന്നെ.
ഇതൊക്കെ ഇവരുടെ ഐഡിയാസ് ആണ് കേട്ടോ. ഇതിലൊന്നും നമ്മളുടെ കൈകടത്തലില്ല. പക്ഷെ ഇതൊക്കെ നൈസ് ആയില്ലേ? അതാണ് കാണുമ്പോ തന്നെ കൊള്ളാലോ സാധനം തോന്നും. അതെ, ഇതൊക്കെ അവര് എല്ലാം ഈ ഒരു റാക്കും കാര്യങ്ങളൊക്കെ. പിന്നെ റഫി എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണം ചോദിച്ചു. റഫി ഒരു മറ്റേ ലാഡർ, ഇത് റഫീന്റെ ഹൈറ്റിന് എത്തുള്ളൂ, നമുക്ക് വേണ്ട ലാഡർ ഗിഫ്റ്റ് ചെയ്യണം. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എത്തിപ്പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒക്കെ റാക്ക് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഡിഷ് വാഷറും മറ്റേ OTGയും ഓവനും ഒക്കെ സെറ്റ്. ചെറിയൊരു സ്റ്റോർ റൂം അവിടെ ഉണ്ട്. അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ വെക്കാം. നമ്മുടെ അമ്മക്കൊക്കെ ഉപയോഗിക്കാൻ എല്ലാ മസാലാസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐലൻഡ് കിച്ചൺ ആക്കിയത്. അപ്പൊ നമുക്ക് എവിടെയും ക്യാമറ വെക്കാലോ, അങ്ങനത്തെ ഒരു. പിന്നെ എല്ലാം ഇലക്ട്രോണിക്കൽ എല്ലാം പ്ലേസ് ചെയ്ത്, എല്ലാം അതിൻ്റെതായ പ്ലേസിൽ വെച്ച് ഒന്നും നമുക്ക് പോപ്പ് ഔട്ട് ചെയ്ത് കാണുന്നില്ലല്ലോ. ഇപ്പം ഇതായാലും ഈ ഇതൊക്കെ മറ്റേ എന്താ പറയാ, ഇൻഡക്ഷൻ. പിന്നെ ഡിഷ് വാഷർ ഉണ്ട്, OTG ഓവൻ ഉണ്ട്. എല്ലാം കൺസീൽഡ് ആയിട്ട് എല്ലാം ഓർഗനൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വലിച്ചു വാരിട്ട പോലെ ഇല്ല. അതൊരു അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പേ എന്തായാലും നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന ആളാണ്. മേരി കൊടുക്കൂ. നീയാണ് എന്റെ ലക്ഷ്മി. കൊടുക്കൂ. ഈ വീട്ടിലെ ലക്ഷ്മിയാണ്. ആണല്ലേ? ഇനി നിന്റെ ഗിഫ്റ്റോട് ഗിഫ്റ്റ് ആയിരിക്കും. നമ്മുടെ കയ്യിനെ കൊണ്ട് കിട്ടിയ അങ്ങനെയല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. അപ്പൊ ഈ ബർത്ത്ഡേക്ക് നീ ഗിഫ്റ്റ് കിട്ടിയ എനിക്ക് പറയാം. മീത്തേട്ടാ, നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നോ? ഇല്ല ഇല്ല, നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലടി. ആര് കണ്ടാലും ഞാൻ ഒരാൾക്കുള്ള ഷർട്ട് തന്നിനാ? ഇല്ലല്ലോ. ഷർട്ട് എല്ലാ പെമ്പിള്ളേർക്ക് സാരി കൊടുക്കല്ലേ? ഇപ്പൊ പഞ്ചായത്തിൽ ഇപ്പൊ സാരി ആദ്യം സാരിയാണ്. മാഡം ഞാൻ വെറുതെ പറഞ്ഞു. ഫോട്ടോ എടുത്തിട്ട് മിത്തോട്ടന് അയച്ചു കൊടുക്കണേ. ആദ്യമായിട്ട് ഭാര്യ ഒരാളോട് പറഞ്ഞ ഫോട്ടോ എടുത്തിട്ട് ഭർത്താവിന് അയച്ചു കൊടുക്കണം. പഞ്ചായത്തിൽ പോസ്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ പാഞ്ചാലിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഞാനൊരു സാരി ലവറാണ്. സാരി ഉടുക്കാനാണ് വിചാരിച്ചു. പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് പാഞ്ചാലിന്റെ സാരി ഇവിടെ നിന്ന് ഉടുപ്പിച്ചേരല്ലേ. ഇതൊക്കെ പാഞ്ചാലിയാ, അതും പാഞ്ചാലിയാ. ഈ പാഞ്ചാലിന്റെ ലോഗോവും ചെയ്തത് റഫിയാണ് കേട്ടോ. കംപ്ലീറ്റ് ലോഗോവും കാര്യങ്ങളൊക്കെ ചെയ്തത്. പാഞ്ചാലി വിശേഷങ്ങളും കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും നല്ലത്. സോ അത് നമുക്ക് വീട് മുഴുവൻ കണ്ടിട്ട് കാണാം. ഇനി നമ്മൾ പോകുന്നത് എവിടെയാണ്? ഇനി പോകുന്നത് ബെഡ്റൂം, നമ്മുടെ സ്വന്തം റൂമിലേക്ക്. റൂമിലേക്ക് ഇതില് പോകുമ്പോഴത്തേക്ക് പേഴ്സണൽ റൂമിലേക്കാ പോകുന്നത്. എല്ലാം ഓക്കെയല്ലേ? കപ്പിൾ റൂമിൽ പോകുമ്പോ ആലോചിച്ചും കണ്ടൊക്കെ പോകണം. കല്യാണം കഴിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ കുട്ടിക്കൊന്നും അറിയുന്നുണ്ട്. അല്ല നടന്നു അല്ല അതില്ല. ജസ്റ്റ് ഒന്ന് 3 പ്രാവശ്യം മുട്ടിയിട്ടാണ് കയറേണ്ടത്. അല്ല അങ്ങനെയാണ് നമ്മുടെ വാസ്തു അനുസരിച്ച്. എല്ലാടെ ശരിക്കും അങ്ങനെ 3 പ്രാവശ്യം മുട്ടിയിട്ട് നമ്മളെ റൂമിന്റെ ഉള്ളിൽ കയറേണ്ടത്. അല്ല നമ്മുടെ റൂമിൽ ഇതുവരെ വേറെ കയറിയിട്ടില്ല. മുട്ട് ഞെട്ടിക്കൽ ബെഡ്റൂം ആയിരിക്കും. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതൊരു കുന്ന് കയറുന്നാലോ. അങ്ങനെയൊക്കെ പറയണ്ടേ? ആദ്യത്തെ ശ്രദ്ധ പോയത് ഇതാ. ഇത് നമ്മളുടെ വീട്ടില് പണ്ടൊരു കോഴി ഉണ്ടായിരുന്നു. സത്യം, മിത്തോട്ടിന് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു ആ കോഴിയായിട്ട്. അപ്പൊ നമ്മള് കോഴി മരിച്ചപ്പോ തൂവലൊക്കെ എടുത്ത് ഞാൻ വിശ്വസിക്കൂട്ടോ. പ്രശ്നം. പക്ഷെ കൊള്ളാം. ഇത് ആരുടെ ഐഡിയ? അതോ അവിടെ പോയി? ഇത് ഞാൻ ഹൗസ് വാമിങ്ങിന്റെ ദിവസം ഈ സാധനം ഞാൻ കാണുന്നത് തന്നെ. ഇത് റഫീം സഫ എവിടെന്നോ കൊണ്ടുവന്നതാ. ഈ വടി മാത്രം, ഈ സാധനം ഇതിന്റെ ഉള്ളില്. അപ്പൊ എനിക്ക് ഇത് രണ്ടും ഒരുമിച്ചുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ സഫ് പറഞ്ഞു അത് അതിന്റെ മുകളിൽ വെക്കേണ്ടതാണ്. നല്ല രസമാണ്. എനിക്ക് ഇത് രാത്രി കാണാൻ നല്ല ഭംഗി. അത് താത്തിട്ട് ഇത് 2 കളർ അടിക്കും റഫി. വാമ വരും. ഡബിൾ ആണെന്ന് തോന്നുന്നു. രണ്ട് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ്. നിങ്ങളുടെ 3 പേരുടെയും ഇത് മിലിയോ ജനിച്ച ഉടനെ നമ്മള് കാസ്റ്റിംഗ് ചെയ്യില്ലേ? ആ കുഞ്ഞു കാല്, കുഞ്ഞിപ്പിള്ളയുടെ കാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ക്യൂട്ടല്ല. അത് നമ്മളൊരു മെമ്മറി ആയിട്ട് ഒരു ബ്രാൻഡ്, സോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ചെയ്തൊരു സാധനം. അതുപോലെ ഈ ഫോട്ടോ എനിക്ക് ഭയങ്കര സിമെട്രിക് ആയിട്ടുള്ള ഒരു ഫേസ് കണ്ടോ. 3 മില്യോന്റെ ഫോട്ടോ ഇങ്ങനെ കിട്ടുന്നത് വളരെ റെയറാണ്. അവ നിക്കേയില്ല ഫോട്ടോയില്. അതെന്തോ ഭാഗ്യത്തിന് നിന്നിട്ടുണ്ട്. അപ്പൊ ആ ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്തു. ഇതിലൊരു വാൾ ഞാൻ വന്നവിടെ നോക്കിട്ടോ, ഭയങ്കര രസമുണ്ട്.
ഇതൊക്കെ ആളുടെ ഐഡിയ തന്നെയാണോ? ഇതൊക്കെ ഇവരുടെ, ഇതിലൊന്നും നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇവർ ഡിസൈൻ ചെയ്തു, കാണിച്ചു തന്നു. പിന്നെ ഇടക്കിടക്ക് ഓരോന്നും അങ്ങനെ ആക്കിയാലോ ഇങ്ങനെ ആക്കിയാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ അവസാനത്തെ ഫൈനൽ ഡിസൈൻ കാണിച്ചു തന്നില്ല, ചെയ്തു തന്നു. എന്നിട്ട് കണ്ട. പക്ഷെ ഇത് എല്ലാ റൂംസും ഓരോ പ്രത്യേക, ഇത് ബ്രിട്ടീഷ് മോഡേൺ ബ്രിട്ടീഷ് അല്ലേ റഫി? മോഡേൺ ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് ഇതിന്റെ കളർ പാറ്റേൺ. പിന്നെ ഈ ഒരു ബാഗിലുള്ളത് ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇത് ഓൾറെഡി നമുക്ക് അവിടെ ഇരുന്ന് ആരാ വരുന്നതൊക്കെ എല്ലാം കാണാൻ എല്ലാം. ഇതാണ് വെളിച്ചവും കാറ്റും ഏറ്റവും കൂടുതൽ കിട്ടാനുള്ളത്. അപ്പൊ നമ്മളുടെ ഇനിയുള്ളത് ഒരു അടിപൊളി വാർഡ്രോബ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലാണ് നമ്മളുടെ എല്ലാ സ്വകാര്യമായ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത്. വലിയ മിറർ കൂടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കുളിച്ച് വന്ന ഉടനെ നമുക്ക് നേരെ മിററിൽ പോയിട്ട് വൃത്തിയായിനോ നോക്കാൻ വേണ്ടിട്ടുള്ളത്, എല്ലാവരും വൃത്തിയായിനോ എന്നുള്ളത്. പിന്നെ വാർഡ്രോബിന്റെ ഉള്ളിൽ മറ്റേ ഡ്രോയറും ഇത് തുറക്കാം കേട്ടോ. ഇതില് നമ്മളെല്ലാം അറേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഇത് നമ്മളുടെ അക്സസറീസ് ഒക്കെ വെക്കാൻ, ജ്വല്ലറീസും ഗോഗിൾസും അങ്ങനെയൊക്കെ വെക്കാൻ. ഇതൊക്കെ ഫുൾ മെക്കാനിസം ഉണ്ട് ഇതിന് കേട്ടോ. ഇങ്ങനെ വലിച്ചു ഇങ്ങോട്ട് വരും, അത് കുറച്ച് ഇങ്ങോട്ട് ആകാനുണ്ട് ഇത്. അതേപോലെ എല്ലാം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത് സ്പെയർ ആണ്. നമുക്ക് അഥവാ എവിടെയെങ്കിലും ഡാമേജ് ആയാലും പിന്നെ നമുക്കൊരു അടിപൊളി ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ കാണുന്ന പോലത്തെ കുഴപ്പമൊന്നുമില്ല. പേടി DJ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കുളിക്കുമ്പം ആ ലൈറ്റ് ഇങ്ങനെ മുക്കാബലിയൊക്കെ പാടിയിട്ട് നമുക്ക് അതിനൊരു മൾട്ടിപ്പിൾ കളർ കത്തുമല്ലോ. അതെന്താ കത്താത്തെ? മാസ്റ്റർ ബെഡ്റൂം അല്ലാതെ താഴെ എത്ര റൂംസ് ഉണ്ട്? താഴത്ത് ഇനി ഒരു റൂമും കൂടി. അത് പാരന്റ്സ് റൂമാണ്. ബേബിക്കായിട്ട് റൂം ഉണ്ടോ? ഇല്ല, ബേബിക്ക് ഇതുവരെ ഇല്ല. വണ്ണം വെച്ച് നമ്മള് ഓടിച്ചു വിടും മോളിലേക്ക്. ഓൾറെഡി ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ട്രെയിൻ ചെയ്യാനുണ്ട് അവനെ കുറച്ച്. അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ഇടക്ക് അങ്ങ് കടത്തി വിടും. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ പോയാലോ? പോകുന്നതിനെക്കാട്ടും മുമ്പേ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് വന്ന് ചില്ല് ചെയ്യാൻ. ആ ഒരു 4 മണിക്ക് ശേഷമുള്ള വൈറ്റമിൻ ഡി എടുക്കാനുള്ള സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ രസം രാത്രി നിൽക്കാണ്. രാത്രി എല്ലാ ബാൽക്കണിയും കാണാൻ നല്ല രസമാണ്. അങ്ങനെ മുകളിലേക്ക് അടിപൊളി. നമ്മള് ഇവിടെ സ്പെഷ്യൽ ചായ കോഫി കിട്ടുന്ന ഒരു സാധനം ഉണ്ട്, ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ചായയും കോഫി മാത്രം നമ്മൾ കൊടുക്കുള്ളൂ. ആ ചായയും കോഫിയും എല്ലാവരും കുടിക്കാറില്ല. നമ്മള് സ്പെഷ്യൽ ഗ്ലാസ്സിലാണ് ചായയും കോഫിയും കൊടുക്കുന്നത്. ഇതില് നമ്മള് നല്ല ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള ഐസ് ടീ ആണ് കൊടുക്കുന്നത്. ഇത് പിന്നെ ചുവന്ന കളറുള്ള ചായ. അതില് നമ്മള് എന്ത് കളറും കൊടുക്കും അല്ലെ, ഡ്രൈ ആയിട്ട് കൊടുക്കും. ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് കുറച്ച് ആഡംബരായി പോയോന്ന് എനിക്ക് തോന്നി. ശരിക്കും ഒരു വലിയ ബാർ പോലെ തന്നെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേങ്കില് നമ്മളെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. നമ്മളിപ്പം പുറത്തൊക്കെ പോകുമ്പം എല്ലാ വീടുകളിലുണ്ടാവും. അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലുണ്ടാവും. അപ്പൊ അന്നേരം എന്റെ മൈൻഡിൽ നിന്ന് ക്ലിക്ക്. പിന്നെ ഞാൻ ഹോസ്പിറ്റാലിറ്റിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ആ സമയത്ത് വർക്ക് ചെയ്യുമ്പോഴേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു വീട് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു മിനി കൗണ്ടർ. നമ്മള് കുടിക്കൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കാനൊക്കെ ക്വാളിറ്റി ടൈം വിത്ത് വെരി ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. നല്ല കളർ. ഇത് ടർക്കിഷ് ലാമ്പാണ് കേട്ടോ. ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു ബ്രോ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അവിടുന്ന് അയച്ചു തന്നതാണ്. അവർക്ക് ഇതാണ് അതിന്റെ ബിസിനസ് ആണ്. അപ്പം അതിന്റെ മുകളിൽ കാണുന്നത് മുഴുവൻ പ്യുവർ മിററാണ്. അത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇത് ഇമ്പോർട്ടഡ് ആണ്. അവരത് ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നൈസ് ആയില്ല കളേഴ്സ് ഒക്കെ. രാത്രി ആകുമ്പോൾ ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അത് മാത്രം ഒരു കോസി ഫീല് നമുക്ക് തോന്നും. ശരിക്കും ഒരു വിന്റേജ്. അതെ അതെ. ഇവിടെ ഞാൻ കാത്തിരുന്ന സ്ഥലമുണ്ട്. ഞാൻ വീഡിയോ കണ്ട സമയത്ത് ഒരു മേക്കപ്പ് റൂം കോസ്റ്റ്യൂമൊക്കെ സ്പേസ് റെഡിയാക്കി വെച്ചിട്ട്. അതെന്താന്നറിയോ, മേക്കപ്പും കോസ്റ്റ്യൂമും ചെയ്യുന്ന ദിവസമായിരിക്കും എനിക്ക് മെറീനോട് ഏറ്റവും ദേഷ്യം വരുന്നത്. കാരണം മെറിക്ക് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ കുറേ അധികം. ഇപ്പൊ സാരി ചെയ്യുന്നതുകൊണ്ട് എനിക്കൊന്ന് ഒരു 3-4 കബേർഡ് നിറച്ചും മെറീന്റെ ബ്ലൗസസ് മാത്രം. അപ്പൊ ഒരു ബ്ലൗസ് എടുക്കാൻ ആ ഫുൾ ബാസ്ക്കറ്റ് അവൾ എടുത്ത് പുറത്ത് വെക്കും. അപ്പൊ ഷൂട്ടിനാകുമ്പോൾ ഡിലേ ആവും, ലേറ്റ് ആവുമല്ലോ. അത് തിരിച്ചെടുത്ത് വെക്കൽ ആ സമയത്ത്. പിന്നെ വന്നിട്ടുണ്ട് ഒരു ക്ലീനിങ്. രാത്രി ഒരു 3 മണി വരെയൊക്കെ ചിലപ്പോൾ ഇരുന്ന് ക്ലീൻ ചെയ്യും.
അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ വീട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം നമുക്ക് ആവശ്യം. ഇവിടെ എത്ര വാരി വലിച്ചിട്ടാലും ആരും കാണൂലല്ലോ, ബെഡ്റൂം ക്ലീൻ ആവില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഇപ്പം ഇവിടെ കാണുന്ന പോലത്തെ ഹെവി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇതൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇടും. നമ്മുടെ ഹൗസ് വാമിന്റെ കോസ്റ്റ്യൂം, നിങ്ങൾ അന്ന് ഇട്ട കോസ്റ്റ്യൂം ഒക്കെ തന്നെ ഭയങ്കര രസമായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു കല്യാണം, രണ്ടാമത് കല്യാണം പരിപാടി നടത്തുന്ന ഫീലായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായത്. ഇതൊക്കെ അന്നത്തെ ഇതൊക്കെ നമ്മുടെ കോസ്റ്റ്യൂമർ ചെയ്തല്ല, ബാമ്പ എന്ന് പറയുന്ന ആളാണ് എന്റേത് ചെയ്യുന്നത്, മെരീൻ്റെ ആഷ് ക്രിയേഷൻസ്. അപ്പൊ അത് 2 കോസ്റ്റ്യൂം നമ്മൾ ഇട്ടിരുന്നു, അതും എന്റെ കോസ്റ്റ്യൂമാണ് അന്നത്തെ ദിവസം. അപ്പൊ ഇങ്ങനത്തെ ഫുൾ കോസ്റ്റ്യൂം, ആക്സസറീസ്, പിന്നെ എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ? കുറച്ചുണ്ട്, എല്ലാം ഇങ്ങോട്ട് എടുത്തില്ല ആക്ച്വലി. എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എനിക്കൊന്ന് 2 റാക്ക് ഇപ്പൊ കുറച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിറയും പെർഫ്യൂം ഇഷ്ടമുള്ള ആളാ. ഇതൊക്കെ എന്റെ പെർഫ്യൂം കളക്ഷൻസ് ആണ്. എപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ട്രൈ ചെയ്തിട്ടില്ല. എങ്ങനത്തെ പെർഫ്യൂം ഇഷ്ടം? എനിക്ക് കുറച്ചും കൂടി ഒരു ജ്യൂസി, മറ്റൊരു പൈനാപ്പിൾ ജ്യൂസ് ചേർത്ത് ജ്യൂസി അടിച്ചു നോക്ക്. കുട്ടിക്ക് പെർഫ്യൂം ഒന്നും അങ്ങനെ അടിക്കാൻ പാടില്ല. അന്തരീക്ഷത്തിലാക്കിട്ട് ഇങ്ങനെ എടുക്കാനാണോ? അത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്മെല്ലല്ലേ. അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഞാൻ പോകുന്നത് കണ്ടിട്ട് എൻ്റെ ഒരു കളക്ഷനിൽ ഒരു പെർഫ്യൂം ഞാൻ എന്തായാലും ഗിഫ്റ്റ് തരാം. ഇവർക്ക് എന്തൊരു സ്നേഹാണ്. അത് എന്താന്ന് എനിക്ക് സ്നേഹം അങ്ങനെ വാരി കോരി കൊടുക്കും അല്ലേ? റഫിക്ക് നമ്മള് സ്നേഹം കൊടുക്കാറുണ്ട്. ഇല്ലേ റഫി എനിക്ക് 2 പെർഫ്യൂം കൊണ്ടു തന്നിട്ടുണ്ട്. ചിലപ്പോ അതും എടുത്തു വരും. ഇതിൽ വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു സാധനമുണ്ട്, ഞാൻ കാണിച്ചു തരാം. റഫി നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു ഡിസൈൻ ഇതിലുണ്ട്. റഫിക്ക് അറിയാം, റഫിക്ക് തന്നെ അറിയാമെന്ന് അറിയില്ല. ഈ റൂം ഒന്ന് നോക്കിയിട്ട് ഇതിൽ സ്പെഷ്യൽ ആയിട്ട് എന്താ നിങ്ങൾക്ക് കാണുന്നതെന്ന് പറഞ്ഞേ. ഇവള് കുറച്ച് ട്യൂബ് ലൈറ്റ് ആണെന്ന് തോന്നുന്നു കേട്ടാ. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കത്തി വരാൻ. ഇത് നമ്മളുടെ പഴയ വീട്ടിലുണ്ടായ കട്ടില് ആണ്. ഇത് കേരള ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്ത കാർവിംഗ് ഒക്കെ ഉള്ള തേക്ക് മരത്തിൽ ചെയ്ത ഒരു റൂം. അതാണ് ഫുള്ള് കൊത്തുപണിയുള്ള മരം കട്ടില്. നമ്മളെ പണ്ടത്തെ ട്രഡീഷണൽ കട്ടിലല്ലേ. ഞാൻ പണ്ട് വെച്ചത് കൊതുവല ഇടാൻ വേണ്ടിട്ടുള്ള സ്റ്റാൻഡാണെന്നാണ്. പക്ഷെ ഇതെന്താന്ന് എനിക്കും അറിയില്ല. ചിലപ്പം നെറ്റ് കെട്ടാൻ വേണ്ടിട്ട്, പിന്നെ അതിന്റേതായ ബാത്റൂമും കാര്യങ്ങളും. ഒരു റൂം ഇങ്ങനെ തന്നെ വേണം. നമ്മളടുത്ത് ഓൾറെഡി നമ്മളുടെ അടുത്ത് ഉണ്ടായ കട്ടിലാണ്. നമ്മള് ആ പഴയ വീട്ടിൽ യൂസ് ചെയ്ത കട്ടിലാണ്. പുതിയ വീട്ടിലേക്ക് വേണ്ടിട്ട് അതെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു റൂമിൽ എന്തായാലും ഈ കട്ടിലിടണം എന്ന് പറഞ്ഞപ്പോ അവര് ഈ ഒരു റൂം ആ ഒരു ട്രഡീഷണൽ തീമിലേക്ക് തന്നു. കണ്ടുപിടിച്ചോ എന്നാ സാധനം എന്നുള്ളത്? ഇങ്ങനെ പേടിപ്പിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്റേത് ഒബ്സർവേഷൻ സ്കില്ല് കുറവാണോ? ഇതാണോ? അതെ. ഇതിന്റെ ഉള്ളിൽ മറ്റേ ഇതാണ് കറണ്ടിന്റെ. അത് തൊടല് ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഗോൾഡ് ആണ്. ലക്ഷങ്ങൾ വിലയുള്ള ഗോൾഡ് ആണുള്ളത്. വിശ്വസിക്കാൻ പറ്റില്ല. ഞാനും വിശ്വസിച്ചില്ല. ഈ ഫ്രെയിം പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ എനിക്കിത് സംശയമുണ്ട്, ഇത് ഇവിടെ മൊത്തം പെയിന്റ് അടിക്കുമ്പോ അവർ ഇങ്ങനെ അടിച്ചിട്ട് പോയതാണോ? അറിയോ, ചെറുതായിട്ട് ഇങ്ങനെ തുള്ളി വീണ കണ്ടുപിടിക്കും. ഇത് ഞാൻ പല കോർണറിൽ സാധനം നോക്കി ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ വിളിച്ചു ചന്ദ്രനിലൊക്കെ ഉണ്ടാവില്ലേ ആ കട്ടും കാര്യങ്ങളും. പക്ഷെ ഈ കാര്യം എന്താ എനിക്ക് മനസ്സിലാവില്ല. ഒരു ഇങ്ങനെ പിന്നെ കൊറേ കട്ട്. ഇത് റഫീനോട് കേൾക്കണം ഇതിന്റെ പിന്നാമ്പുറത്തുള്ള അർത്ഥം എന്താന്നുള്ളത്. അതായത് ഈ വൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം. പിന്നെ ഗോൾഡ് എന്ന് പറയുന്നത് കുതിച്ചു വരുന്ന ഗോൾഡിൻ സ്വർണ്ണവില. സൂര്യൻ ബ്ലാക്ക് എന്നാ എവിടുന്ന് കിട്ടിയട്ടാ ഇതിന്? അല്ലാതെ എന്താ അർത്ഥം? ഇതെന്താന്ന് വെച്ചാൽ നമ്മള് രാവിലെ എണീച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നോക്കാം. ഇതിന് ബ്ലൈൻഡ് ആർട്ട് എന്ന് പറയും. നേരെ വന്നിട്ട് നോക്കിട്ട് ആ ഗോൾഡ് നോക്കിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ദൈവമേ എനിക്ക് ഗോൾഡ് കിട്ടണേ എന്നിട്ട് അതിങ്ങനെ തൊട്ടിട്ട് നാവില്. അതാണ് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് തലേ തൊടാൻ. ഇതിന്റെ ഒരു പ്രൈസിങ് ആണ് എന്നെ ഞെട്ടിച്ചത്. അത് ചോദിക്കണ്ട. ഇതിന്റെ ഞാൻ ഒരു 10ന്റെ അടുത്തൊക്കെ വന്നു. പെയിന്റ് അടിച്ചിട്ടാണോ
പുതിയ കഴിവ് തെളിയിച്ച അല്ല ഇത് എനിക്ക് തോന്നുന്നു പെയിന്റ് ചെയ്യുന്ന ആൾക്കാർ സൈഡിൽ വെക്കൂലേ, ഇടക്കത് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പെയിന്റ് ഏതോ ക്ലിയോപാട്ര അങ്ങനെ വരയ്ക്കുമ്പം അവിടെ ഇങ്ങനെ തട്ടി പൊട്ടിയ ഒരു ഫ്രെയിം ആണ് തോന്നുന്നു എനിക്കത്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. ബാലിന്ന് കൊണ്ടുവന്ന ഡ്രീം ക്യാച്ചർ അത് നമ്മൾ അവിടെ നിന്ന് ഇത് തെരഞ്ഞു പിടിക്കാൻ നമ്മൾ കൊറേ ടൈം എടുത്തു കേട്ടോ. പിന്നെ നമ്മള് മലയാളികളാണല്ലോ, ഇവിടെ പോയാലും 500 രൂപ ഒരു സാധനം 50 രൂപക്ക് തരുമോന്ന് ചോദിക്കുമല്ലോ. ബാർഗൈൻ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് പോയി അവര് ചോദിക്കൂലേ, ആർ യു ഇന്ത്യൻസ്? യെസ്, പ്ലീസ് ഗോ, പ്ലീസ് ഗോ. അവർക്കറിയാം 500 50 രൂപക്ക് ചോദിക്കുന്നത്. അല്ല, നമ്മള് മലേഷ്യ പോയപ്പോ അങ്ങനെ, ബാലി പോയപ്പോ അങ്ങനെ, ദുബായിൽ പോയപ്പോ ഷോപ്പിംഗ് കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് ചില സ്ഥലങ്ങളിൽ പോകുമ്പോ ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോ അവർക്ക് ഒരുമാതിരി അപ്രോച്ച് ആണ് എന്തായാലും ബാർഗെയിൻ ചെയ്യാൻ വരികയാണ്. കാരണം നമ്മള് ചെറിയ സാധനങ്ങളൊക്കെ അവര് വലിയ പൈസ പറയുന്നത്. അപ്പം നമ്മള് മാക്സിമം ഞാൻ ബാർഗെയിൻ ചെയ്യും. ഞാൻ 500 ഞാൻ ആക്ച്വലി എനിക്ക് 1000 രൂപയ്ക്ക് ഒരു ഹാൻഡ് ബാഗ് മേടിച്ചോണ്ട് വന്നു. അപ്പൊ പിറ്റേന്ന് മിത്തോട്ട് ഷോപ്പിങ്ങിന് പോയി. അത് 1000 രൂപയ്ക്ക് 4 എണ്ണം മേടിച്ചോണ്ട് ഇതെങ്ങനെ? ഞാനൊരു ഷോപ്പിങ്ങിന് കൂട്ടാ ഞാൻ നല്ലോണം ബാർഗെയിൻ, എനിക്ക് വേണ്ടി നല്ലോണം ബാർഗെയിൻ ചെയ്യും ഞാൻ. അടുത്ത നമുക്ക് നമ്മുടെ എല്ലാ യൂട്യൂബേഴ്സ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും ഒരു വീട്ടിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഒരു സ്പെഷ്യൽ റൂം നമ്മുടെ കണ്ടന്റ് ക്രിയേഷനും അതിനൊക്കെ. അപ്പൊ നമ്മളും ചെയ്തു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് റൂം. നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം പോഡ്കാസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. നീ എല്ലാരും ഇന്റർവ്യൂ ചെയ്യാറില്ലേ? അത് ഞാൻ കാണാറുണ്ട്. അല്ല, അടിപൊളിയാണല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ കേട്ടിനാ, സൂപ്പർ കേട്ടാ പറയണം. അപ്പം അതേപോലെ നമ്മളൊരു ദിവസം നിന്നെ ഇന്റർവ്യൂവിന് വിളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു റൂമാണ് കേട്ടോ. നമ്മുടെ ഗോൾഡൻ ബട്ടൺ, സിൽവർ ബട്ടൺ ഒക്കെ ഉണ്ട്. ഒരു വർഷം 1.5 വർഷമായിട്ടായി മിറിന്റെ സിൽവർ ബട്ടൺ കിട്ടിയിട്ട് ഇതിന്റെ ഹൗസ് വാമിങ്ങിന് അവൾ ഓപ്പൺ ചെയ്തത്. ഇത് നമ്മുടെ ഗോൾഡൻ ബട്ടൺ. ഇനി അടുത്ത ബട്ടൺസ് ഒക്കെ വരുമായിരിക്കും. അങ്ങനെ ഇങ്ങനെ ഒരു 2 സോഫ, കോഫി വിത്ത് കറണ്ട് ഇല്ലേ, അതിന്റെ ഒരു ഡിഫറെന്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ പേരിടാൻ പോകുന്നത്. ഞാൻ പറയാണ് അല്ല, ഈ സാധനം നിനക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിന്റെ വരുന്നതിനും അരിക്കെടുക്കാം. അങ്ങനെ എന്തെങ്കിലും. ഇതാണ് ആ റൂം. അത്രേ ഉള്ളൂ, ചെറിയൊരു സ്പേസ്. കേറുമ്പോ തന്നെ നമുക്ക് ഒരു ഇവിടെ വന്ന് ഇരുന്നാലേ നമുക്ക് സംസാരിക്കാൻ തോന്നും. അതാണ് നമ്മളെ ഐഡിയ. എല്ലാരെയും ചൂഴ്ന്നെടുക്കണം നമുക്ക് ഇങ്ങനെ മനസ്സിലുള്ളതൊക്കെ. നമ്മുടെ ഫസ്റ്റ് ഇന്റർവ്യൂ വിത്ത് റഫി അല്ലേ മിത്തട്ട? അതെ അതെ. ഇനി അടുത്ത നമ്മുടെ ഏറ്റവും വൈറലായ സാധനം, സാരി അല്ല ഇട്ടത്, അതുകൊണ്ട് ധൈര്യം പാന്റൊക്കെ ഇട്ടിട്ടില്ലേ? പാന്റ് ഇടാണ്ട് ഇതിൽ കൂടെ നടക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ്. ഞാൻ ഹൗസ് വാമിങ്ങിന്റെ ദിവസം ഇവിടെ 2 പേരെ നിർത്തി. പാന്റ് ഇട്ട സാരി ഉടുത്തവര്, ഷോർട്ട് ഡ്രസ് ഇട്ട ആൾക്കാര്, പിന്നെ പാവാട ഇട്ട ആൾക്കാരെ ഇങ്ങോട്ട് കടത്തരുത്. കാരണം നമ്മുടെ എല്ലാ മീഡിയാസും താഴത്തുണ്ടായിരുന്നു. പിന്നെ വൈറലായ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ നേരെ പോകുന്നത് നമ്മുടെ മെയിൻ ടോപ്പ് ബാൽക്കണിയിലേക്കാണ്. ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഊട്ടിയിലേക്ക് പോകുന്ന വഴി. ഏത് വഴിയായിരുന്നു? എന്ത് വഴിയായിരുന്നു? ഊട്ടുവഴി എന്തോ അയ്യോ എന്തോ ഒരു അതൊരു വളവല്ലേ, ഇങ്ങനെ ആ ഒരു വളവ് പോലെ എനിക്ക് ഇവിടെ കാണാം. മസനഗുഡി വഴി. അതേപോലെ ഈ വളവ് കണ്ടോ, അവിടുന്ന് ഒരു വളവ് ഇങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ ഇത് ക്ലീൻ ആയി കഴിഞ്ഞ് കാണാൻ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇങ്ങനെ വളഞ്ഞ് ഈ ഒരു വളവിലൂടെ ആ വണ്ടിയൊക്കെ വരുന്നതാണ്. വൈകുന്നേരത്ത് നല്ല ഭംഗിയാ. ആൻഡ് ഓൾറെഡി വഴി പോകുന്ന എല്ലാവരും ഈ വീടാ നോക്കണേ. ഈ വഴിക്ക് നമ്മളൊരു പേര് ഇട്ടിട്ടുണ്ട്, യൂട്യൂബർ വളവ്. ഞാനിട്ടതല്ല, ഇവിടെ ആൾക്കാര് പറയുന്നതാണ് യൂട്യൂബർ വളവ്. എല്ലാവരും വീട് ഇപ്പൊ ഓൾറെഡി വീഡിയോ വൈറൽ ആയതുകൊണ്ട് തന്നെ വീടാണ്. അപ്പൊ എല്ലാരും നോക്കും. ഈ യൂട്യൂബറിന്റെ വളവാണ് ഇത്. നമ്മുടെ ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടത് മഴക്കാലത്ത് ഒരു കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ നല്ല ഫീൽ. കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അറിയോ? അല്ലേ? കൊറേ സ്ഥലങ്ങളുണ്ട്. കൊറേ പുഴകളുള്ള ഒരു സ്ഥലമാണല്ലോ. ഇപ്പൊ പുഴയുടെ അടുത്തുള്ള ഇപ്പൊ ആൾക്കാർ ഇത് ചെയ്യാൻ തുടങ്ങി. ചായപ്പിടിയും തട്ടുകട അങ്ങനത്തെ വൈകുന്നേരം സ്നാക്സ് ഐറ്റം. പിന്നെ ഇനി ഒരു ബാക്കിയുള്ളത് ഒരു ബെഡ്റൂമും കൂടി ഉണ്ട്. അത് നമ്മുടെ ഗസ്റ്റ് റൂമാണ്. ഇപ്പൊ നെക്സ്റ്റ് ടൈം നമ്മൾ ഇന്റർവ്യൂവിന് നിന്നെ വിളിക്കുമല്ലോ, അപ്പൊ ഗസ്റ്റ് റൂമിലേക്ക് അവിടെ എനിക്കായിട്ടുള്ള ഒരു റൂം. ആൻഡ് ഒരു കാര്യം, ഈ കാണുന്നത്
സെവൻ ഹോഴ്സ് ആണോ? സെവൻ ഹോഴ്സ് മെറിയുടെ ഐഡിയ ആണ് കേട്ടോ. എങ്ങനെ ഇത് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഏതോ ഒരു വ്ലോഗില് പറഞ്ഞേ. നമ്മളുടെ വീട് ചെയ്ത പിന്നെ കെൻസിന് നിക്കാനുള്ളൊരു ഓടുന്ന കുതിര അവര് വന്ന് ഗിഫ്റ്റ് ചെയ്ത 7 ഹോഴ്സ് ആണ് കേട്ടോ. ഈ 7 ഹോഴ്സ് ചെയ്തപ്പോ ഇത് എവിടെ വെക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ, കാരണം ഇതിനൊരു ദിശയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മിറി കണ്ടുപിടിച്ച ഈസ്റ്റോ പക്ഷെ അത് ആക്ച്വലി ഇവിടെയായിരുന്നു. പക്ഷെ ഇത് ഇവിടെയും വെക്കാം. പക്ഷെ ഇതാണ് ആപ്റ്റ് ആക്ച്വലി. പുറത്തുനിന്ന് അകത്തേക്ക് വേണം. വാസ്തു പ്രകാരം നമ്മൾ നോക്കിയിട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് 7 ഹോഴ്സസ്, പിന്നെ ആ ഒരു ആമ, അതൊക്കെ 7 ഹോഴ്സസ് വീട്ടിൽ വെക്കുന്നത് ദ ബെസ്റ്റ് ആണ്. എപ്പോഴും നമ്മള് റൈസ് ചെയ്തോണ്ടേയിരിക്കും. പിന്നെ വീട്ടിൽ നിന്ന് എൻട്രൻസ് ഇങ്ങോട്ട് കേറുന്ന പോലെ ഗിഫ്റ്റ് ഈ വാളിൽ വെക്കാൻ പാടില്ല. ഇത് തിരിച്ചു പോകുന്ന പോലെയാണ്. ഷുഡ് ഓൾവേസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഗിഫ്റ്റ് കിട്ടുന്ന ആക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ആക്കാണ് ഏറ്റവും വലിയ മെച്ചം. അവരിങ്ങനെ വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് റഫീന്റെ ഗിഫ്റ്റ് ആക്ച്വലി നമ്മളുടെ കെൻസ് ബിൽഡേഴ്സിന്റെ. ഓൾമോസ്റ്റ് നമ്മുടെ വീടിന്റെ എല്ലാം കവർ ആയിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം അവിടെ ഉള്ളതാണ്. ഇപ്പൊ ഫൈനലി ഒരു വീട് വെച്ചൊരു സന്തോഷം ഉണ്ടല്ലോ. കാരണം വീട് എന്ന് പറഞ്ഞ ലൈഫിൽ 1 ടൈം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. സോ അതിന്റെ ഒരു സന്തോഷം ശരിക്കും ഈ വീട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാരണം വരുന്നവരും കണ്ടവരൊക്കെ ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ലാസ്റ്റ് ഇത്രയും എക്സ്പ്ലോർ ചെയ്യുന്നതിലേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മുടെ എല്ലാവരും ഡ്രീമാണ് ഒരു വീട് വെക്കാന്ന് പറയുന്നത്. സോ എത്ര ഹാപ്പിയാണ് സത്യം പറഞ്ഞ ലാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ. അത് ആക്ച്വലി എനിക്കറിയില്ല അത് മെഷർ ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഞാനൊന്നും ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീട് വെക്കാൻ പറ്റൂന്ന്. ഇതൊക്കെ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഇതൊക്കെ നമ്മൾ ഡ്രീം മാത്രം കണ്ടാൽ പോരാ. ടുവേർഡ്സ് ഡ്രീം നമ്മൾ എപ്പോഴും അത് റിയാലിറ്റി ആക്കാൻ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ 2 പേരുടെയും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ് അതില്. ഞാൻ കൂടുതൽ പറഞ്ഞാല് ഇത്രയും നേരം ചിരിച്ചിട്ട് ഞാൻ വെറുതെ കരയേണ്ടി വരും. പക്ഷേങ്കില് ഞാൻ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വളരെ ദുർഘടകരമായ വഴികളിലൂടെ വന്ന ആളാണ്. അത്ര വലിയ ഹൈഫൈ ഫണ്ട ഫാമിലി ഒന്നല്ല നമ്മളുടേത്. വളരെ ഞാൻ എൻ്റെ ഹൗസ് വാമിൻ്റെ ദിവസം ഞാൻ ജസ്റ്റ് പറയുമ്പോൾ ഞാൻ പറയും ചാണകത്തിൻ്റെ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു വരാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി കാര്യങ്ങൾ പറയുക, കാണുക, ചെയ്യുക, ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക. അല്ലാണ്ട് ഇങ്ങനെ കുശുമ്പും കുത്തിപ്പൊക്കെ അടിച്ച് വെറുതെ ടൈം കളയാണ്ട് അവനവൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ നോക്കിയാൽ എല്ലാവർക്കും കഴിയുന്ന കാര്യമാണ്. ഇതേപോലെ ഒരു വീടും സ്വപ്നങ്ങൾ എല്ലാവർക്കും പടുതു ഉയർത്താൻ പറ്റുമെന്ന് ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നു. അല്ല മിരി, നീ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മിറി പറയുന്നതാണ് ഞാൻ കേൾക്കാൻ എനിക്ക് എപ്പോഴും ടെൻഷനാ. നമ്മള് പെണ്ണുങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കല്ലോ. അപ്പൊ ഈ 3000-ൽ കൂടരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്ക്വയർ ഫീറ്റ് ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ്? 3000 കണ്ടു 4000 ആയി. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഇത്തേട്ടാ 3000-ലായിരുന്നു ലക്ഷറി ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരും. അത്രേ ഉള്ളു. അത് ഞാൻ അത്രേ കുഞ്ഞ് ചിന്തിച്ചിട്ട് എനിക്ക് ഇത്രയും വലുത് കിട്ടിയപ്പോ ഐ എം സോ ഹാപ്പി. ആൻഡ് ഇപ്പൊ ഓൾറെഡി ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എത്ര ബഡ്ജറ്റിലുള്ള ഒരു വീടാണ്. നമ്മളിപ്പോ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊരു ആൾക്കാർക്ക് അത് മനസ്സിലാകും. നമ്മള് കള്ളം പറയാൻ പാടില്ലല്ലോ. ആക്ച്വലി ആയിട്ടുണ്ട്, നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട്. ഏകദേശം ഒരു ഫിഗർ പറയുകയാണെങ്കിൽ പറയണോ റഫി? ഏകദേശം ഒരു ആയിട്ടുണ്ട്, ഒരു നല്ല CR ഒക്കെ ആയിട്ടുണ്ട്. അത് എത്ര CR കണ്ട് ആൾക്കാർ വിലയിരുത്തട്ടെ. CR ആയിട്ടുണ്ട്. എന്തായാലും അതല്ലാണ്ട് ആവില്ല. പിന്നെ നമ്മളുടെ ഇതിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് അത്രയും സപ്പോർട്ട് കിട്ടുക നമ്മുടെ പാഞ്ചാലി വസ്ത്ര എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് അതിനൊരു വലിയൊരു ബാക്ക് സപ്പോർട്ട് കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ പാഞ്ചാലി വസ്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ ഓരോ കസ്റ്റമേഴ്സിനോട് വലിയ താങ്ക്സ് പറയും. നമ്മുടെ ബ്രാൻഡിൽ വിശ്വസിച്ചതും നമ്മുടെ പ്രൊഡക്റ്റിൽ വിശ്വസിച്ചതും നമ്മളിലുള്ളൊരു വിശ്വാസം കൊണ്ട് നമുക്ക് ഈ ഒരു പാഞ്ചാലി തുടങ്ങിയിട്ട് 1.5 years ആണല്ലോ. അതിനിടയ്ക്ക് നമുക്ക് ഇത്രയും വലിയൊരു വീടൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ അച്ഛനമ്മേന്റെയും സപ്പോർട്ടും അവരുടെ ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിലെ വ്യൂവേഴ്സും ആൾക്കാരും എല്ലാവരുടെയും ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ലാൻഡ് മേടിക്കുന്നത്
നമ്മളുടെ അടുത്ത് നമ്മൾ അത്രയും കാലം വർക്ക് ചെയ്ത് സേവ് ജോലി ചെയ്ത് ചെയ്ത പൈസ അതെ ജോലിയൊക്കെ ചെയ്ത് ആ ഒരു സേവിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലാൻഡ് മേടിക്കുന്നത്. അതിനപ്പുറം എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓഫ് കോഴ്സ് ലോണൊക്കെ എടുത്തിട്ടുണ്ട്. ലോൺ ഇല്ലാണ്ട് ഈ കാര്യത്ത് നടക്കില്ല കാര്യങ്ങളൊന്നും. ശരിയാണ്. അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം ആഗ്രഹിച്ച ഒരു വീട് വെച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും. ഇനി ഓരോന്നായിട്ട് സാധിക്കട്ടെ. മാനിഫെസ്റ്റ് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഓരോന്നായിട്ട് നടക്കട്ടെ. ഞാനും ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. Inji, my meal partner.